മൂന്നാർ ഇന്റഗ്രൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി ഇടുക്കി ജില്ലയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന സന്നദ്ധ സംഘമാണ്. കൃത്യമായി വിവരശേഖരണവും പഠനവും പരിഹാരവുമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘം നിർവഹിക്കുന്നത്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും മാലിന്യമുക്ത പരിസരവും ഔഷധസസ്യ പരിപാലനവും ഫലഭൂയിഷ്ഠമായ സസ്യസമ്പത്തും ലക്ഷ്യമാക്കി വ്യക്തമായ കാഴ്ചപ്പാടോടെ വരും തലമുറയെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ടാണ് അവ നടപ്പിലാക്കുന്നതും പുതിയ ആസൂത്രണങ്ങൾ ചിട്ടപ്പെടുത്തുന്നതും. ഇടുക്കി ജില്ലയുടെ പ്രശോഭ നിറഞ്ഞ പുതിയ മുഖമാണ് സംഘം ഇതിലൂടെ സ്വപ്നം കാണുന്നത്. ഏറ്റവും പ്രധാനമായി സൊസൈറ്റി ഈ അടുത്ത വർഷങ്ങളിൽ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാട് പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേർന്ന് ജീവിക്കുക എന്ന് തന്നെയാണ്. ഒരിക്കലും പ്രകൃതിയെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും പരിസ്ഥിതിയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് സൊസൈറ്റി മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുക. അത്തരത്തിൽ നല്ല നാളെയുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും മനുഷ്യൻ്റെ സുസ്ഥിരമായ വികസനവും ഉന്നമനവും അതോടൊപ്പം തന്നെ സാമൂഹിക ധർമ്മവും ഉറപ്പാക്കുക എന്നുള്ളത് സൊസൈറ്റി ഏറ്റവും ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. എല്ലാ ഡയോസിസ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളും ചെയ്യുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ തന്നെയാണ് മൂന്നാറിലെ റീജിയണൽ ഓഫീസിൽ വിജയപുരം സോഷ്യൽ സർവീസസ് സൊസൈറ്റിയും ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചില പ്രത്യേക സാമൂഹ്യ പ്രവർത്തന മേഖലകളുണ്ട്. അവയെ തിരിച്ചറിയാനും അഡ്രസ്സ് ചെയ്യാനും നമുക്ക് സാധിക്കണം. എന്നാലാണ് പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒരു സാമൂഹ്യ സേവന പ്രസ്ഥാനം എന്ന നിലയിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, വിസസിൻ്റെ ഈ റീജിയണൽ ഓഫീസ് ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, മൂന്നാറാണ്. അതീവ പരിസ്ഥിതി ലോല മേഖലകളായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലം. പരിസ്ഥിതിക്കും മനുഷ്യൻ്റെയും ആവശ്യങ്ങൾക്ക് ഒരുപോലെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് മൂന്നാറും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ല മുഴുവനും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പരിസ്ഥിതി അനുകൂല പ്രവർത്തനങ്ങൾക്കാണ്. UNDP, ഹരിത കേരള മിഷൻ, ഇടുക്കി ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം, പെട്ടുമുടി ദുരന്തമുണ്ടായതോടുകൂടി ഈ തരത്തിലുള്ള ലാൻഡ്സ്ലൈഡ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് ഒരു വലിയ തിരിച്ചറിവായി ഈ നാട്ടിലെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ എപ്രകാരമാണ് മനുഷ്യ സമൂഹവും ജീവജാലങ്ങളും പ്രതികരിക്കേണ്ടത്, അതിൻ്റെ ഇമ്പാക്റ്റ്, അതുമൂലമുണ്ടാകുന്ന വിവിധ തലങ്ങളിലുണ്ടാകുന്ന ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവനായിരിക്കാം, മനുഷ്യൻ്റെ സ്വത്തുകളായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ആകെ ഘടനയായിരിക്കാം. ഇതെല്ലാം മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും, എങ്ങനെയാണ് അത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മാനുഷികമായ ഇടപെടലുകൾ എപ്രകാരമായിരിക്കണം, ഒരു എമർജൻസി റെസ്പോൺസ് ടീമിനെ നമുക്ക് എത്തരത്തിൽ രൂപപ്പെടുത്താം, ഏതൊക്കെ മേഖലകളായിരിക്കും കാലവർഷത്തിൽ ലാൻഡ്സ്ലൈഡ് പോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള അത്യാധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കുക. വളരെ ശാസ്ത്രീയമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നതും അടുത്ത വർഷങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ദുരന്ത കാലഘട്ടത്തിൽ എപ്രകാരമായിരിക്കണം മനുഷ്യൻ്റെ ഇടപെടൽ എന്നുള്ളത് ഇതിനെപ്പറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആധികാരികമായും ആത്യന്തികമായും VSS റീജിയണൽ ഓഫീസ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും നമുക്കറിയാം, ഇടുക്കി ജില്ലയിലെ എല്ലാ ടൂറിസ്റ്റ് പ്രദേശങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിപത്ത് എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാറിനെ എടുക്കുക. മൂന്നാറിൽ ദൈനംദിനം വന്നു പോകുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നല്ല സീസൺ സമയത്താണെങ്കിൽ 10,000 കണക്കിന് വരും. അത് കൂടാതെ തന്നെ മലയാളികളായിട്ടുള്ള ആളുകളും തമിഴ് സംസാരിക്കുന്ന ആളുകളും
ഉണ്ട്. ഇവർക്ക് രണ്ട് രീതിയിലുള്ള ഉപജീവന മാർഗങ്ങളാണ്. കൂടാതെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുമുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ, ടൂറിസ്റ്റ് മേഖലകളിൽ ദൈനംദിനം വന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കേവലം നിർമ്മാർജ്ജനത്തിനുള്ള, സംസ്കരണത്തിനുള്ള രീതികളെ മാത്രം നമ്മൾ ഉൾക്കൊണ്ടു പോയതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. അത് യഥാവിധി ഉപയോഗിക്കുന്നതിനായിട്ടുള്ള അവരുടെ സ്വഭാവ രീതികളായിട്ട് ആളുകളുടെ മാറേണ്ടതുണ്ട്. ഇത് എൻ്റെ സ്ഥലമാണ്, ഞാൻ വന്നു പോകുന്ന സ്ഥലമാണ്, അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഈ ഭൂമിയെ ഒരുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അങ്ങനെ എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാകുന്നതിൽ മാത്രമാണ് ഈ ഭൂമി സുന്ദരമായിട്ട്, ഇടുക്കിയെ നമുക്ക് സുന്ദരിയായി മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ട് ഉള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന രീതി, ആ തരത്തിലൊരു സംസ്കാരം രൂപപ്പെടുത്തുക എന്നുള്ളത് VSSൻ്റെ പ്രത്യേകിച്ച് മൂന്നാറിലുള്ള പ്രവർത്തനങ്ങൾ ആ തരത്തിലുള്ള മുൻതൂക്കം കൊടുക്കുന്നതാണ്. കാരണം നമുക്കറിയാം, ഇടുക്കി ജില്ലയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും വളരെ ആകർഷകമായിട്ടുള്ള, പ്രകൃതി രമണീയമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുള്ളതാണ്. അതുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനമാണ് അടുത്ത ഒരു ഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജനത്തെപ്പറ്റി വളരെ കൂടുതലായി പിന്നീട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു വില്ലൻ, അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ പകരം എന്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി VSS ഒരുക്കുന്നത് ഇങ്ങനെയാണ്: പലതരം ഉപയോഗങ്ങൾക്കുള്ള വ്യത്യസ്ത തരമായിട്ടുള്ള തുണിസഞ്ചികൾ നിർമ്മിക്കുക. തുണിസഞ്ചികൾ നിർമ്മിക്കുമ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ, അത് നമ്മൾ ഒരു മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ടോ കൊണ്ടുപോകുമ്പോൾ അത് ആർക്ക് കണ്ടാലും മോശമല്ല, ഒരു സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിട്ട് ദൈനംദിന ജീവിതത്തിൽ ആർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ വളരെ മനോഹരമായിട്ട് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഫാഷൻ ഡിസൈനർമാരുടെ സഹായത്തോടെ നിർമ്മിച്ചിട്ടുള്ള തുണിസഞ്ചികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥാപനം ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത ആവശ്യപ്പെടുകയാണെങ്കിൽ അവരുടെ ലോഗോയും അവരുടെ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു തരത്തിൽ 10,000-കണക്കിന് സഞ്ചികൾ നിർമ്മിച്ചു പോരുന്ന ഒരു ചെറിയ യൂണിറ്റ് നമുക്കുണ്ട്. അപ്പം ഈ തരത്തിൽ മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, ഒപ്പം തന്നെ ഈ വെല്ലുവിളികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതും ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഡയോസിസ് ഓഫ് വിജയപുരത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർഗൻ എന്ന നിലയിൽ ഞങ്ങളത് ചെയ്തു പോരും. വിജയപുരം രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഏറ്റെടുത്ത ഈ വൃക്ഷത്തൈ പ്രചാരണം അങ്ങേയറ്റം ആവേശത്തോടെയാണ് കാർമൽഗിരി കോളേജ് ഏറ്റെടുത്തത്. ഞങ്ങളുടെ NSS ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈയെടുത്ത് കുട്ടികളെ കൊണ്ട് ആ ദൗത്യം ഏറ്റെടുപ്പിച്ച് വളരെയധികം സന്തോഷത്തോടെ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വൃക്ഷത്തെ പരിപാലിക്കാനും അത് നട്ടുവളർത്താനും ഒരു ആവേശം ഞങ്ങളെല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷമുളവാക്കി. ഇടുക്കി ജില്ലയിൽ 100,000 വൃക്ഷത്തൈകൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ദി സർവീസ് സൊസൈറ്റി ഓഫ് വിജയപുരം രൂപത ഏറ്റെടുത്തത്. അത് പലതരം വൃക്ഷത്തൈകൾ ഞങ്ങൾക്ക് വിതരണം ചെയ്തു. അതിൽ മാതള നാരങ്ങ, മാവ്, പുളി, പേര എന്നിവ ധാരാളമായി തന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 500 എണ്ണമേ കിട്ടിയുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് തികയാതെ വന്നു. അടുത്ത വർഷം അത് ഞങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഞങ്ങളുടെ കുട്ടികളത് വളരെയധികം അതിനൊരു പോപ്പുലാരിറ്റി കൊടുത്തിട്ടുണ്ട്. അത് ഏറെ സന്തോഷത്തോടെ ഞാനത് അനുസ്മരിക്കുകയാണ്. ഭാവിയിലും നിങ്ങളോടൊത്തായിരിക്കുവാനും നിങ്ങളുടെ സംരംഭത്തിൽ പങ്കാളികളാകാനും കാർമൽഗിരി എന്നും മുന്നിലുണ്ടാവും. കൂടാതെ കുട്ടികൾ ഇത് ഏറ്റെടുത്തു എന്ന് ചെയ്തുകൊണ്ട് മാത്രം കാര്യമല്ല, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് പരിപാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണ് അത് നിൽക്കുന്നത്, അത് എത്രമാത്രം അതിനെ പരിപാലിക്കുന്നു, അതിനെ ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ആപ്പ് ഡെവലപ്പ് ചെയ്തത്. അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ ആപ്പിന് ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു. നമുക്കറിയാം, കോവിഡ് ആനന്തര കാലഘട്ടത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് തൊഴിലില്ലായ്മയാണ്. അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ്. കുറച്ച് കാലത്തേക്കായിട്ട് തൊഴിലുകൾ പരിമിതപ്പെടുത്തു പോകുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്
കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരുപാടുള്ളൊരു മേഖലയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം അത്തരം ആളുകളുടെ ഉപജീവന മാർഗം എന്നുള്ളത് സൊസൈറ്റി കൃത്യമായി ചിന്തിക്കുകയും അതിന് ഒരു മറുപടി എന്ന നിലയിൽ, അതിനൊരു ബദൽ എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നത് ആയുർവേദ സസ്യങ്ങളുടെ കൃഷിയും അതിൻ്റെ വിപണനവും സംസ്കരിക്കലുമാണ്. നമുക്കറിയാം, ഇടുക്കി ജില്ലയുടെ തുടക്കം എന്ന് പറയുന്ന നേര്യമംഗലം തൊട്ട് ഇവിടെ മറയൂർ വരെയുള്ള സ്ഥലങ്ങൾ, അവിടെ കട്ടപ്പന, ഈ തരം മേഖലകളിലെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നാഗാർജുന സ്റ്റേറ്റ് മെഡിസിനൽ ബോർഡ്, കവണൻ്റ് സൊസൈറ്റി, തമിഴ്നാടുള്ളതാണ് കവണൻ്റ് സൊസൈറ്റി, ഇവരെല്ലാവരുമായി ഒത്തൊരുമിച്ചുകൊണ്ടാണ് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു കൃഷി. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു 50,000-ഓളം ആയുർവേദ സസ്യങ്ങൾ പ്രത്യേകിച്ച് അടിമാലി തൊട്ട് മൂന്നാർ, മറയൂർ മേഖലകളിൽ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുത്ത വർഷങ്ങളിൽ കൂടി ഈ ജില്ലയിൽ കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ള, കൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള ആയുർവേദ സസ്യങ്ങളെ കണ്ടെത്തുകയും ആ കണ്ടെത്തുന്ന സസ്യങ്ങളെ ജില്ലയിൽ എമ്പാടും വിതരണം ചെയ്തുകൊണ്ട് അവയുടെ ഏത് സസ്യഭാഗമാണോ നമ്മുടെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അവ പ്രോസസ്സ് ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കുക. അത് കൃഷിക്കാരുടെ കളക്റ്റീവായിരിക്കും അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. അങ്ങനെ ഒരു ഉപജീവന മാർഗം എന്നതെങ്കിൽ ആയുർവേദ സസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉപജീവന മാർഗം കൂടി VSS അടുത്ത വർഷങ്ങളിൽ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഞങ്ങളതിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. ചെടികൾ നടുന്നതിനോടെങ്കിൽ നേരത്തെ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. ആദ്യം പൂച്ചെടികളും പിന്നെ ചെറുമരങ്ങളും അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അതിന് മെഡിസിനൽ പ്ലാന്റ്സും കിട്ടുന്നതെല്ലാം ഞാൻ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പ് അപ്പോഴാണ് VSS നിന്ന് കുറേ മെഡിസിനൽ പ്ലാന്റ്സ് കിട്ടിയത്. എന്താ പറയുക, ചെത്തിക്കൊടുവേലി, പിന്നെ കച്ചോലം, നീലാമരി, കറ്റാർവാഴ, അങ്ങനെ ഒരു 15ഓളം തരം പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ എന്താ പറയുക, പച്ചക്കറികൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കാനും എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് കുറേ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഗ്രോ ബാഗിലാണ് ആദ്യം നട്ടത്. മഴയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ അത് മണ്ണിലേക്ക് നടണം. ഇതുവരെ നട്ടിട്ടില്ല. ഒന്നുകൂടി എന്താ പറയുക, മഴയുടെയൊക്കെ ഒന്ന് ശക്തി കുറഞ്ഞിട്ട് വേണം ശരിയായിട്ട് നടാൻ. ചാണകപ്പൊടിയാണ് കൂടുതലും അതിന് വളമായിട്ട് ഇടുന്നത്. പിന്നെ എന്താ പറയുക, കടലക്കൊപ്രയും എല്ലാം കൂടി വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി പുളിപ്പിച്ച് അതും കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെത്തിക്കൊടുവേലിക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നതാണ്, നിറയെ നട്ടിരുന്നതുമാണ്. അതിൻ്റെ കിഴങ്ങെടുത്തിട്ട് ഈ എന്താ പറയുക, RSS പോലുള്ള അസുഖമുള്ളവർക്ക് ചിക്കൻ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുക, അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെത്തിക്കൊടുവേലി മെയിനായിട്ട് എടുക്കണേ. കറ്റാർവാഴയ്ക്ക് പിന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. മുടിയുടെ ഇതിന്, എന്താ പറയുക, സ്കിന്നിന് ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കറ്റാർവാഴ. ഹെയർ പാക്കൊക്കെ ഉണ്ടാകുമ്പോൾ കറ്റാർവാഴ വേണ്ടതൊരു സാധനം തന്നെയാണ്. നീലാമരിയും മെയിനായിട്ടും മുടിയുടെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കണത്. എണ്ണ കാച്ചാൻ എടുക്കാം, ഹെയർ പാക്കിലിടാം, മുടി കറക്കാൻ നല്ലതാണ്, വളരാനും നല്ലതാണ്. മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാ വീട്ടിലും നടേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്നത്തെ സമയത്ത് മെഡിസിനൽ പ്ലാന്റ്സ് എന്താണെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. പിന്നെ ഒരു ഇത് അന്വേഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് മൊത്തം നടന്ന് അന്വേഷിച്ചാൽ പോലും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ കിട്ടുന്ന എല്ലാം സത്യം പറഞ്ഞാൽ നട്ട് വളർത്താറുണ്ട്. എന്താ പറയുക, മുയൽ ചെവിയൻ പോലും ഒരു ജലദോഷം വന്നാൽ അന്വേഷിക്കാൻ കിട്ടാറില്ല. ഈ എന്താ പറയുക, ആടലോടൊക്കെ എല്ലാം ഞാൻ അങ്ങനെ നട്ട് വളർത്തിയതാണ്. ചുമയോ ജലദോഷമോ ഒക്കെ ഉള്ളപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കണതിൽ 2 ആടലോടകത്തിൻ്റെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചുമയും കുറയും, കഫക്കെട്ടും കുറയും. നല്ലതാണ് ഒരുപാട്. VSS ഇങ്ങനെ ഒരു ഇത് നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടറിഞ്ഞ് എന്താ പറയുക, ഞങ്ങളുടെ വാർഡ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജിലാണ് ഞാനത് കോൺടാക്ട് ചെയ്ത് എന്താ പറയുക അതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇവിടെ 2-3 പേരോട് ഞാൻ പറഞ്ഞായിരുന്നു. ഒരാൾ എൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ വീണ്ടും ചെയ്യാനുള്ളതിൽ ഞാൻ 2-3 പേർക്ക് ഇതിൻ്റെ ഇത് ചെയ്യിച്ചായിരുന്നു. പിന്നെ പലർക്കും ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ പകുതി പ്ലാൻസും ഇതിനകത്തെക്കുറിച്ച് ആൾക്കാർക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് കണ്ടാൽ കുറേ തിരിച്ചറിയാം, കുറേ എണ്ണത്തിൻ്റെ ഗുണങ്ങളും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന മെഡിസിൻ പ്ലാൻസ് എല്ലാം ഞാൻ ശേഖരിക്കുന്നുമുണ്ട്. ഇടുക്കിയിലെ മണ്ണ് കാർഷിക ജീവിതങ്ങളുടെ പ്രതീക്ഷയായിരുന്നുവെങ്കിലും പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ തച്ചുടച്ചു. അതിനും പുറമെ മറ്റ് ജീവൽ പ്രശ്നങ്ങൾ പല കുടുംബങ്ങളെയും കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളി. സമൂഹത്തെ ഗ്രസിക്കുന്ന അതിഭയാനകമായ ജീവിതാവസ്ഥയെ തിരിച്ചറിഞ്ഞ് വിജയപുരം രൂപത തങ്ങളുടെ സാമൂഹിക സേവന പ്രസ്ഥാനങ്ങൾ വഴി ഒട്ടനവധി ആശ്വാസ പദ്ധതികൾ വിഭാവനം ചെയ്തു. മാറാരോഗികൾ, ശാരീരിക വൈകല്യമുള്ളവർ, കൃഷിനാശം സംഭവിച്ചവർ, കടബാധിതർ, അങ്ങനെ ദുരിതങ്ങളുടെ വ്യാപ്തിക്കനുസരിച്ച് അവർക്കെല്ലാം കരുതലേകുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഏറെയും. അവയുടെ ചിറകിലേറി നിരവധി കുടുംബങ്ങളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ തളിരിട്ടു. നല്ല കാലം വീണ്ടും അവർ സ്വപ്നം കണ്ടു. എല്ലാത്തിനും പിന്തുണയേകി വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും മിസ്റ്റും മനുഷ്യ മനസ്സുകൾക്കൊപ്പം അണിനിരന്നു. VSSൻ്റെ വിവിധ പദ്ധതികളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നെടുങ്കണ്ടം മേഖലയിൽ പലവിധ പ്രോജക്റ്റുകൾ, മത്സ്യകൃഷി, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി, അതോടൊപ്പം തന്നെ രേഖാസീസ് വികലാംഗ പുനരധിവാസ പദ്ധതി, ആട് വളർത്തൽ പദ്ധതി. അപ്പം വ്യക്തികളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന വ്യക്തിഗത തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങളാണ് VSS വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അപകടങ്ങളും മറ്റ് വിധത്തിലെ രോഗികളുമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം സഹായിക്കാനായിട്ട് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി സജ്ജമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെടുങ്കണ്ടം മേഖലയിൽ പാമ്പാടുംപാറ പഞ്ചായത്തിൽ നമ്മുടെ ഇടവകയ്ക്ക് തന്നെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ പടുതാക്കുളം എന്നൊരു ബഹുമതി കൂടി നമ്മുടെ ഇടവകകളിലെ സംഘങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ രേഖാസീസ് എന്ന് പറയുന്ന പദ്ധതി, വികലാംഗ പുനരധിവാസ പദ്ധതിയിൽ സ്വയം തൊഴിൽ, അവരുടെ വികലതയെ കണക്കിലെടുക്കാതെ തന്നെ അവർക്കൊരു സ്വയം പര്യാപ്തതയിലെത്താൻ ഒരു വരുമാന മാർഗത്തിന് വേണ്ടി സോപ്പ് പൊടി യൂണിറ്റ് പ്രവർത്തിക്കുന്നു. അതിലൂടെ അവർക്ക് ഉപജീവന മാർഗത്തിനുള്ള വക കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കറി പ്രോത്സാഹന പദ്ധതി എന്ന് പറയുമ്പോഴത്തേന് ജൈവ പച്ചക്കറി കൃഷിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയുടെ ഭാഗമായിട്ട്. വിഷലിപ്ത പച്ചക്കറി, ആ ഒരു രീതിയിലുള്ള പ്രോജക്റ്റുകൾ നടത്തപ്പെടുന്നു. ഒപ്പം തന്നെ സ്വയം തൊഴിൽ, ആട് വളർത്തൽ പദ്ധതിയിലേക്ക് ആളുകളെ അവരുടെ സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പദ്ധതി നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന പദ്ധതികൾ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇത്രയും നാൾ സ്പോൺസർഷിപ്പിലൂടെ കടന്നുപോയി ഒത്തിരിയേറെ കുട്ടികളെ സ്പോൺസർ ചെയ്തു. അതിനുശേഷം ബാലവേദി ഉണ്ടായിരുന്നു, SHGകൾ, VShare, സേവേ ഫാമിലി, ഒത്തിരിയേറെ പ്രോജക്റ്റുകളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ബദലായിട്ട് അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞതിനാൽ ഇപ്പം വ്യക്തികളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്വയം തൊഴിൽ പദ്ധതികളാണ് ഇപ്പോൾ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു. ഞങ്ങൾ ഈ കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ഇപ്പം പച്ചക്കറി കൃഷി ആയാലും ആട് വളർത്തലായാലും ഈ സോപ്പ് പൊടി യൂണിറ്റ് ആയാലും ഇത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു പൈസ കൊണ്ട് ഇവരിത് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിലയിരുത്തൽ ഞങ്ങൾ ഒരു വിലയിരുത്തൽ നടത്താറുണ്ട്. വിലയിരുത്തൽ നടത്തി അതിൻ്റെ റിപ്പോർട്ട് സൊസൈറ്റിക്ക് കൊടുക്കാറുമുണ്ട്. അതനുസരിച്ച് വീണ്ടും അവർക്ക് അർഹരെങ്കിൽ അവർക്ക് വീണ്ടും ഈ ഒരു പ്രോജക്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പുതിയ ആളുകളെ കണ്ടെത്തുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് വരുന്ന പ്രോജക്റ്റുകളുടെ പല രീതിയിലായിരിക്കും. രേഖാസിസിന് വരുമ്പോഴത്തേക്കും വികലാംഗരെ ഒക്കെ ഒരു പുനരധിവാസം അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്കൊരു ചെറിയ സഹായം കൊടുക്കുന്നു. അതിലൂടെ അവരുടെ തൊഴിൽ മേഖലയിലേക്ക് കടക്കുന്നു. അങ്ങനെയാണ് വ്യക്തികളെ കണ്ടെത്തുന്നത്. എനിക്ക് 10 വർഷം മുമ്പേ ഒരു അപകടത്തിൽ അവിടെ ഉണ്ടായി നട്ടൊരു തളർന്നു കിടക്കുന്ന ആളാണ്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ചിട്ട് അതിനകത്ത് YMCA ക്യാമ്പ് വെച്ചിട്ട് സോപ്പ് പൊടി നിർമ്മിക്കണം എന്നുള്ള ബുദ്ധിമുട്ട് ചെയ്യാനൊക്കെ എനിക്ക് ക്യാമ്പ് പഠിപ്പിച്ചു. അതെന്നാൽ ഈ ബുദ്ധിമുട്ടൊക്കെ മാറി ഇപ്പോഴാണ് കുറച്ചായിട്ട് മുമ്പോട്ട് പോകുന്നത്. എന്നാലും ഭയങ്കര അവസ്ഥയിലായിരുന്നു. ആഹാരത്തിന് പോലും ബലിയില്ലാതിരിക്കുമായിരുന്നു. സ്കൂളിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ഭാര്യയെ കൊണ്ട് കൊടുത്തു വിടുമായിരുന്നു പിള്ളേരുടെ കയ്യിൽ നിന്ന്. 10 വർഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് വെച്ചായിട്ട് പള്ളിയിൽ നിന്നും സഹായവും
ഒക്കെ ചെയ്ത് എനിക്ക് സോപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സഹായമൊക്കെ ചെയ്തു. എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യം ചെയ്യുന്നത്. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം വൈഫ് എന്നെ എടുത്തുകൊണ്ട് എല്ലാം ചെറുക്കുന്ന ബാത്റൂം കൊണ്ടുവന്ന് എല്ലാം എൻ്റെ വൈഫല്ല എൻ്റെ കാര്യം മൊത്തം ചെയ്യുന്നത്. വൈഫില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇല്ലെന്ന് വെച്ചാൽ മതി. ഇത്ര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം എല്ലാം വൈഫിനെ തങ്ങളാക്കുള്ളത് കൊണ്ട്, പിന്നെ അതുപോലെ കുടുംബക്കാരുണ്ട് സഹായിക്കാനായിട്ട്. അതുകൊണ്ട് കുടുംബക്കാരൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. ചെറിയതൊരു ബുദ്ധിമുട്ടൊക്കെ കാണും. ഈ സ്മെല്ല് അടിച്ചുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടല ഇതൊക്കെ അങ്ങനെയൊക്കെ കാണും. പിന്നെ ഒത്തിരി നേരം ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല. എന്നാലും ചെയ്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് സന്തോഷമേ ഉള്ളത്. ഒരു ദിവസം 5 കെട്ട് വരെ ഉണ്ടാക്കും. അത് അടുത്തുള്ള വീട്ടുകാരെല്ലാം മേടിച്ചുകൊണ്ട് പോകും, കടയിലുള്ളവരെല്ലാം മേടിച്ചുകൊണ്ട് പോകും. പിന്നെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഒത്തിരി പേര് ചോദിക്കുന്നവർക്ക് അന്നേരം ഇവിടുന്ന് കൊടുത്തു വിടും. ഞാൻ ചെയ്യുന്നത് വീഷർ എന്നൊരു പദ്ധതിയാണ്. ഇത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി. അതായത് 95 പേരോളം ഈ പദ്ധതിയിൽ ഉണ്ട്. 35 ഇടവകയിൽ നിന്നുള്ളവർ നമ്മൾ വീഷർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് പഠന സഹായം, പിന്നെ രോഗാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം, അങ്ങനെ ഭവന നിർമ്മാണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സഹായവും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ആശാകിരണം എന്നൊരു പദ്ധതിയും കൂടെ ഉണ്ട്. അതിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 32ഓളം ക്യാൻസർ രോഗികളുണ്ട്. 124 വോളണ്ടിയർമാരുണ്ട്. വീഷർ പ്രൊജക്റ്റിലേക്ക് ഉള്ളവരെ നമ്മൾ കണ്ടെത്തുന്നത് പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നമ്മൾ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ളവർ, അല്ലെങ്കിൽ ഫാമിലീസിലെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ, പിന്നെ ഇതിൽ ക്യാൻസർ രോഗികളായിട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ധനസഹായം, പിന്നെ അവർക്ക് പിന്നോട്ടുള്ള ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു മാർഗവും ഇതിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്തൊരു പദ്ധതി ഉള്ളത് റിഗാസസ് എന്ന് പറയും. അതായത് മെൻ്റലി ചാലഞ്ചിലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സഹായം, അവർക്ക് വേണ്ടിയുള്ള പഠന സഹായം, പിന്നെ മെഡിസിൻസ്, അതുപോലെയുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കും. ഒരു കുടുംബത്തിലേക്ക് 7 വർഷം നമ്മൾ സഹായിക്കുന്നുണ്ട്. അതിൽ പിന്നീട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫാമിലിയിൽ തുടർന്ന് നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട്. ഈ റിഗാസസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീടുകളിലിങ്ങനെ നമ്മുടെ ഓരോ ആനിമേറ്റേഴ്സ് ഉണ്ട്, ഓരോ ഇടവകളിലുണ്ട്, ഓരോ പഞ്ചായത്തിലൊക്കെ നമുക്കുള്ള ആനിമേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ കണ്ടെത്തി നമ്മളോട് ഇങ്ങനെ പറയും. പിന്നെ നമ്മളവിടെ ചെന്ന് ആ കുടുംബമായിട്ട് ബന്ധപ്പെടും. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. കുടുംബങ്ങളെയും വ്യക്തികളെയും അതിജീവനത്തിന് സഹായകമായി മിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയതിനാൽ നിരവധി മനുഷ്യർക്കാണ് തലയുയർത്തി സമൂഹത്തിൽ ജീവിക്കാനായത്. തങ്ങളുടെ പരിമിതികൾക്കപ്പുറത്തുള്ള സ്വപ്നങ്ങൾ കാണുവാൻ ശേഷിയേകിയ വിജയപുരം രൂപതയുടെ സാമൂഹിക പ്രസ്ഥാനങ്ങളെ അവർ നെഞ്ചിലേറ്റി. പ്രതിസന്ധികളിൽ കൂടെ ചേരുവാൻ ഒരു പറ്റം സന്നദ്ധ പ്രവർത്തകർ നിതാന്ത ജാഗ്രതയോടെ അവർക്കൊപ്പമുണ്ടെന്ന യാഥാർത്ഥ്യം അത്തരം ജീവിതങ്ങളെ ആവേശത്തോടെ മുന്നേറുവാൻ പ്രാപ്തരാക്കി. ക്രൈസ്തവ ദർശനങ്ങളിലൂന്നിയ അതിജീവന മാതൃകകൾ ഇനിയും നിരവധിയാണ്. നിറവോടെ വരും കാഴ്ചകളിൽ നമുക്കത് ചർച്ച ചെയ്യാം.